നമസ്കാരം, ഞാൻ വിനു തട്ടാമ്പടി. കോപ്പർ കോയിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കുറച്ച് കഥകൾ അവതരിപ്പിക്കുകയാണ്. എൻ്റെ ആദ്യ പുസ്തകമായ പെരിയാറിൻ തീരത്തെ നീലക്കൊടുവേലി എന്ന ആ പുസ്തകത്തിലെ ചെറിയ ചെറിയ കഥകളാണ്. ഈ കഥകളിൽ പലതും പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളാണ്. എന്നാൽ ചില കഥകൾക്ക് അനുഭവങ്ങളുടെ ചെറിയ ചൂടും ഉണ്ടായിരിക്കും. എല്ലാവർക്കും പ്രണയങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ എനിക്കും ഒരു പ്രണയം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് എനിക്ക് ആ പ്രണയം തോന്നിയത്. ആ പ്രണയം ഉദയം കൊള്ളുന്നത് പെരിയാറിൻ തീരത്തെ ഒരു കുളിക്കടവിൽ വെച്ചാണ്. ആ പ്രണയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ എനിക്ക് പ്രണയം തോന്നിയ സ്ത്രീ എന്നേക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ പൂട്ട് സമയത്താണ് ഞങ്ങൾ കൂട്ടുകാരെല്ലാം വയലിലേക്ക് ഓടി അവിടെ കാൽപന്ത് കളിയുമായിട്ട് ഒക്കെ ഓടി വന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയായിട്ടൊക്കെ ഓടി നടന്നൊരു കാലഘട്ടം. ആ പാടത്തിൻ്റെ പൊക്കപ്പറമ്പിലുള്ള പ്രിയൂര് മാങ്ങകളൊക്കെ ഞങ്ങൾ എറിഞ്ഞു വീഴ്ത്തി അത് ഉപ്പും കൂട്ടി തിന്നുന്ന ഒരു ബാല്യകാലം. അത് വളരെ മനോഹരമായിരുന്നു. ഏകദേശം ഒരു 4 മണി സമയത്ത് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കുളിക്കടവിലേക്ക് ഓടും. പെരിയാറിൻ്റെ മടിത്തട്ടിൽ നീന്തിയും മുങ്ങാങ്കുളിയിട്ടും ഞങ്ങൾ ആർത്തുല്ലസിച്ചടന്ന എൻ്റെ ബാല്യകാലം. ആ ബാല്യകാലത്ത് ഒരിക്കൽ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ബിജുവും കുളിക്കാനിറങ്ങി. അന്നാണ് ഒരു ബക്കറ്റിൽ കുറച്ച് തുണിയുമായി ഒരു കുരുത്തോല നിറമുള്ള ഒരു ചേച്ചി കുളിക്കടവിലേക്ക് എത്തിയത്. എന്നേക്കാൾ കുറച്ച് പ്രായം കൂടിയ ഒരു ചേച്ചിയായിരുന്നു. അന്ന് 8ലോ 9ലോ ആണ് ഞാൻ പഠിക്കുന്നത്. ആ ചേച്ചിക്ക് അന്നൊരു 22 വയസ്സ് കാണുമായിരിക്കും. കണ്ട മാത്രയിൽ തന്നെ എനിക്ക് അവരോട് നല്ല പ്രണയം തോന്നി. ഇതെൻ്റെ സുഹൃത്തായ ബിജുവിനോട് ഞാൻ പറഞ്ഞു. അവൻ ആദ്യം ഒന്ന് ചിരിച്ചെങ്കിലും പിന്നീട് കൂട്ടുകാരൻ്റെ ആ പ്രണയ അഭ്യർത്ഥന അവരോട് പറയണമെന്ന് എന്നോട് അപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു ധൈര്യം വന്നില്ല. ഞാനും അവനും എത്രയും പെട്ടെന്ന് കുളിക്കടവിൽ നിന്ന് കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ വസ്ത്രം മാറുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങി നിവർന്ന് കുളിക്കുന്ന ആ ചേച്ചിയെ ഞാൻ കണ്ടു. അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. എങ്കിലും എൻ്റെ പ്രണയം നാളെ പറയാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ നിന്നും പിൻവാങ്ങി. അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തിയ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ആ ചേച്ചിയെ മനസ്സിൽ കണ്ട് ഞാൻ ഒരുപാട് സമയം തള്ളി നീക്കി. പിറ്റേന്ന് രാവിലെ കൂട്ടുകാരൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ പ്രണയം പറയാനുള്ള ആ ഓട്ടത്തിനിടയിൽ അവന് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. എൻ്റെ ഉള്ളിലെ പ്രണയം അവരോട് പറയാനായി വെമ്പുകയായിരുന്നു. അവരുടെ സമയം ഏകദേശം മനസ്സിൽ കണക്കുകൂട്ടി ഞാൻ പെരിയാറിൻ തീരത്തെ ആ കുളിക്കടവിലേക്ക് യാത്രയായി. കൂട്ടുകാരനെ കാണാതെ ആ ചേച്ചിയോടുള്ള പ്രണയം പറയാൻ വെമ്പി നിന്ന ഞാൻ എത്രയും പെട്ടെന്ന് കുളിക്കടവിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ എൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് അവർ പ്രത്യക്ഷപ്പെട്ടു വന്നു. ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ദാവണിയും ബ്ലൗസുമാണ് അവർ ധരിച്ചിരുന്നത്. തലയിൽ ഒരു വെള്ളത്തോർത്ത് ചുറ്റിക്കെട്ടിയിരുന്നു. കയ്യിൽ ഒരു ബക്കറ്റിൽ അലക്കിയ തുണികൾ അടുക്കി വെച്ചിരുന്നു. വാസന സോപ്പിൻ്റെ ആ സുഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അവരോട് പറയാനുള്ള എൻ്റെ പ്രണയം എവിടേക്കോ പതറിപ്പോയി. അതിനു മുമ്പ്, ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, "നീ ഇന്നലെ കുറ്റിക്കാട്ടിൽ കയറിയിരുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ കുട്ടികളല്ലേ എന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിരുന്നേ ഉള്ളൂ." ചേച്ചിയോടുള്ള പ്രണയം പറയാനുള്ള ധൈര്യം എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയി. അപ്പോഴും വാസന സോപ്പിൻ്റെ സുഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. അങ്ങനെ പ്രണയം പറയാനായി വെമ്പി നിൽക്കുന്ന എൻ്റെ ചെവിയിൽ കടന്നു പിടിച്ച് ഉറുമ്പിക്കൊണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു, "നിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടാടാ ഞാനിങ്ങോട്ടേക്ക് വന്നത്." എന്നിട്ട് ദേഷ്യത്തോടെ ചേച്ചി തിരിഞ്ഞു നടന്നുപോയി. എൻ്റെ ഉള്ളിലെ പ്രണയം അവിടെ അവസാനിച്ചിരുന്നില്ല, അപ്പോഴും തിളച്ചുകൊണ്ടേയിരുന്നു. ദേഷ്യത്തോടെ എന്നെ ഒന്ന് തള്ളി അവർ മുന്നോട്ട് നടന്നു നീങ്ങി. എന്തു പറയണമെന്നറിയാതെ വെമ്പി നിന്ന ഞാൻ ഉള്ള ആ ഒരു ധൈര്യം സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, "അതേ, എനിക്കിഷ്ടമാണ് കേട്ടോ." അതും പറഞ്ഞ് ഞാൻ ജീവനം കൊണ്ട് ഓടി. ഓടുന്നതിനിടയിൽ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നെ നോക്കി വളരെ മനോഹരമായി പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ പിന്നീടൊരിക്കലും ഞാൻ അവിടെ എത്തിയിട്ടും ആ ചേച്ചിയെ ഇന്നേവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇന്നും പെരിയാറിൻ തീരത്തെ ഇടവഴികളിലൂടെ ഞാൻ നടക്കുമ്പോഴും പെരിയാറിൻ്റെ ഓളങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്നും ആ വാസന സോപ്പിൻ്റെ സുഗന്ധവും ആ സുന്ദരമായ ചിരിയും മാത്രം ഇന്നും അവശേഷിക്കുന്നുണ്ട്. പെരിയാറിൻ തീരത്തെ നീലക്കൊടുവേലിയുടെ അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ
കോപ്പർ കോയിനിൽ നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ടാവും. നമസ്കാരം.